പിന്നെ ഓർഫനേജുകളും മറ്റും വിസിറ്റ് ചെയ്യും, പ്രായമുള്ള ആൾക്കാരെ പോയി സന്ദർശിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടുത്തെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും മാതാവിനെ കാണാനും അറിയാനും സാധിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് മാത്രം എന്തുകൊണ്ട് മാതാവിനെ അറിയാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥനകളിലും ഞാനങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പം മാർച്ച് 22-ാം തീയതി എൻ്റെ ഒരു ഫ്രണ്ടിനെ എയർപോർട്ടിൽ കൊണ്ടുവിടണം. അപ്പം ഞാനും 2-3 സുഹൃത്തുക്കളും ഉണ്ട്. ഞങ്ങൾ ഏകദേശം 2 മണി 3 മണി വെളുപ്പിനെ സമയത്താണ് കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്ന വഴിയിൽ എന്ത് സംഭവിച്ചതാണെന്ന് എനിക്കറിയത്തില്ല. ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഞാൻ ഉറങ്ങിപ്പോയി. വണ്ടി ഇടത്തെ സൈഡിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ വണ്ടി വലത്തെ സൈഡിലാണ്. അപ്പം തന്നെ ഞാൻ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി. അപ്പോഴേ എനിക്ക് മനസ്സിലായി, ഫെബ്രുവരി 1 ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത ദിവസം അന്ന് തന്നെ മാതാവ് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ